എത്തിയ മഹാമാരി പ്രളയമായി ഉരുൾപൊട്ടലായി പ്രദേശത്തെ ഒന്നാകെ വിളിപ്പിച്ച ഈ അവസരത്തിൽ ദുരന്തത്തിന്റെ തീ ചൂടിലേക്ക് എറിയപ്പെട്ട എത്ര ജന്മങ്ങൾ അവരുടെ ഓർമ്മകൾക്ക് ഒരു പിടി കണ്ണുനീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ചപ്പൊള്ളാൻ പോകുമ്പോ ആ സരസ്വൊന്നും വരുന്നില്ല എന്ന് ഒരാളെടുത്ത് പറയണം. ഓളുടെ മോളെ പെണ്ണാണാൻ കുറച്ച് കൂടുതലും നാർത്തങ്ങട് വരണട്ടാ. നോക്കീന്ന് ഇതിപ്പോ എന്ത് പറയാനാ? ഈ പെരുമഴത്ത് 6 മണിക്കൊരുന്ന നിങ്ങളീ പറയണേ. സ്കൂളോ ഇല്ല, പുഴയൊക്കെ കണ്ടില്ലേ? മറന്നവിടെ സ്കൂളിൽ മുറ്റത്ത് വരെ എത്തി. ഹരിഷ്മാസത് കണ്ട മൂപ്പർക്ക് സഹിക്കൂല. സ്കൂള് അതുപോലെ നോക്കുന്ന ഒരു മനുഷ്യനല്ലേത്. അതിങ്ങനെ വെള്ളത്തിന് കേട്ടിന്ന് കേറി പോണേ മാറേ. മൂപ്പർ ഇന്നലെ നാട്ടിക്ക് പോയത്. മൂപ്പറിന്റെ പെണ്ണിന്റെ അമ്മ മനസ്സായിട്ട് കാണാൻ പോയതാന്ന്. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ പോയപ്പോ പറഞ്ഞിരുന്നു. കെട്ടോണ്ട് ഇത്ര മാത്രം കഥ പറഞ്ഞോണ്ടിരിക്കണേ. രാത്രി തുടങ്ങിയ മഴ ശരി കപ്പയും മീനും വാങ്ങിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വെച്ചെന്നീയോ? അല്ല കാത്തിരിക്ക ആ കുത്തുമലയുടെ ഉള്ളുകൊണ്ടിട്ട് 5 കൊല്ലമില്ലേ? എന്റെ ഭദ്രങ്ങളെ, എനിക്ക് മഴ കാണുമ്പോ പേടിയാവുന്നു. ഇനി അങ്ങനെ ഒന്ന് ഉണ്ടാവാണ്ടിരിക്കണം. എന്താ റബ്ബേ, ആശുപത്രി പോയിട്ട് അടക്കണോ? പോയിട്ടാണ് നേരെ മോന്റെ നാരായണേട്ടാ പഞ്ചസാര വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. നിങ്ങൾ കാരണന്മാരെ ഇങ്ങനെ സൊറ പറഞ്ഞോണ്ടിരിക്ക. പെരും മഴ വരുന്നുണ്ടാവും, വേണ്ട. ചെക്കൻ പറഞ്ഞത് ശരിയാതാവത. എല്ലാം കേറി കാലം വരെ എത്തി. മണ്ണിനൊക്കെ എന്തോ ഒരു മഴ വ്യത്യാസമുള്ള പോലെ മേലേന്നൊരു ചീറ്റലൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് ഇവിടുന്ന് മാറിക്കോ, അതാ നല്ലേ. ലാസ്റ്റ് ഭാഗ ഞാൻ കണ്ടിട്ടില്ല. അന്റെ ഉപ്പ് കുടിക്കുന്ന അറിയണ്ടേ? +2 വരെ നോക്കണ്ട. കരച്ചില് കൊലുകണ്ടല്ലോ. പേടിയാവുന്നേ. ഉരുളുകൊണ്ടുന്നേ എല്ലാരും രക്ഷപ്പെട്ടോ. ഉരുളുകൊണ്ടുന്നേ പക്ഷേ ഐശ്വര്യം കൊണ്ടോ പള്ളിക്കാൻ മാറി. നാരായണത്തി നാരായണത്തി എന്റെ കൈ പിടിച്ച് എല്ലാരും രക്ഷപ്പെട്ടോ. പറ്റുന്നില്ല. മണ്ണെങ്കാലിലേക്ക് വീടെടുക്കുന്നത് പറ്റുന്നില്ല. നമ്മുടെ കാല് നമ്മുടെ കൈ പോയേ ഈ തട്ടേനെ കൂടി കൊണ്ടുപോടാ. എന്റെ പൊന്നുമോളത് ഒഴുകിപ്പോന്ന്. നമസ്കാരം പ്രതീഷ്. നാട്ടിൽ നോക്കിയ ഉരുൾപൊട്ടിൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാണ്ടായിരുന്നു. ഇപ്പോൾ 50ഓളം പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടോ. നല്ല രീതിക്ക് കുത്തുകൊള്ളുന്നതുകൊണ്ട് തന്നെ മറുകരയിലെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ദുരന്തത്തെ വ്യാപ്തി അറിയുന്നില്ല. അപ്പോൾ മറുകരയിലെത്താൻ വേണ്ടി ഒരു ബദൽ പാലം നിർമ്മിക്കാനുള്ള തന്ത്രപ്പാടിലാണ് സൈനികർ. നമസ്കാരം. ഞാനിപ്പോൾ ദുരന്തത്തിലെ 4ാമത്തെ ക്യാമ്പിലാണുള്ളത്. കേൾക്കാൻ കഴിയില്ല, അവർ ഉള്ളുകൊണ്ടുപോകുന്നു. ഞങ്ങളിനി ആരാ നോക്കുക? ഞങ്ങളെ എന്തിനാ ജീവിക്കുന്നത്? ഞങ്ങളെല്ലാം പോയി. സ്വർഗം പോലെ കിടന്ന ഞങ്ങളെ നാടാ ഒരു നിമിഷം കൊണ്ട് ഞങ്ങളെ കൺമത്തല്ലാണ്ടായ. ഞങ്ങൾക്ക് ഇനി ആരാ സഹായിക്കാൻ? ചെറുവിടെ നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എങ്ങനെ ഈ ജീവിതം കൊണ്ടുപോകാൻ പറ്റുക? പറ, നിങ്ങൾ പറ, ഞങ്ങളെ ആരാ സഹായിക്ക? അതെ, ആർക്കാണ് ഇവരെ സഹായിക്കാൻ കഴിയുന്നത്? തിരിച്ചു കിട്ടാത്ത ജീവിതം പുനഃസൃഷ്ടിക്കാൻ നമ്മളും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും കൈ പിടിച്ചു കൊടുത്താൽ ഒരു വാസ്തവം ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.